പുഷ്പൻ കൂത്തുപറമ്പിൽ ഒരു സമരത്തിലായിരുന്നു പങ്കെടുത്തത്. വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായ സമരമായി. അന്ന് UDFന്റെ ഭരണമായിരുന്നു. അന്ന് സമരത്തിൽ പങ്കെടുത്തിരുന്ന സുരേന്ദ്രനും ഞാനും അടക്കമുള്ള നിരവധി പ്രവർത്തകർ ഇന്ന് ഈ വിവരം അറിഞ്ഞിട്ട് ഇവിടെ എത്തിച്ചേർന്നു. അവരോടൊപ്പമായിരുന്നു പുഷ്പൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. 5 പേർ അന്ന് വെടിവെപ്പിൽ തത്സമയം മരണപ്പെട്ടു. അന്നത്തെ UDF ഭരണത്തിൻ്റെ കിരാത വാഴ്ചയായി. അന്ന് മാധ്യമ പ്രവർത്തകർക്ക് പോലും രക്ഷ കിട്ടിയില്ല. അന്ന് മാധ്യമ പ്രവർത്തകർ ഞങ്ങളെയെല്ലാം തല്ലി ബോധം കെടുത്തി കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ പോലീസുകാർ മർദ്ദിച്ച് അവശരായി കിടത്തുന്ന സമയത്ത് ഞങ്ങൾ കിടന്നതിൻ്റെ തൊട്ടടുത്ത കടയുടെ മുകളിൽ ബന്ദികളാക്കപ്പെട്ടവരായി. ആ മാധ്യമ പ്രവർത്തകരെടുത്ത ഫോട്ടോഗ്രാഫ്സാണ് യഥാർത്ഥത്തിൽ ജനകീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെയും സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ മുമ്പാകെയും തെളിവായി സാക്ഷ്യപത്രമായി രേഖപ്പെടുത്തിയത്. കിരാതമായ മർദ്ദനമായി. അന്ന് പോലീസുകാർ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ ഇറങ്ങിയ ഉടൻ എന്നെയായിരുന്നു ആദ്യം തല്ലിയത്. തലയിൽ അന്ന് 10-13 സ്റ്റിച്ചുണ്ടായി. സുരേന്ദ്രനെ പിന്നെ തല്ലി. പക്ഷെ ഞങ്ങളെല്ലാം തല്ലിച്ചവിടെ കിടത്തിയ ശേഷം മുന്നോട്ട് പോയ പോലീസുകാർ വെടിവെക്കുകയായി. എന്തിനായിരുന്നു ആ വെടിവെപ്പ്? ഒരു ന്യായീകരണവും അർഹിക്കാത്ത വെടിവെപ്പ്. ആകാശത്തേക്കല്ല വെടിവെച്ചത്, നേർക്ക് നേരെയുള്ള വെടിവെപ്പ്. അന്ന് DYFIയുടെ പ്രവർത്തകന്മാർ, 2000-ഓളം വളണ്ടിയർമാർ കൂത്തുപറമ്പിൽ ഒത്തുകൂടിയവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിലും ഒരായുധവും ഉണ്ടായിരുന്നില്ല. കുടികെട്ടാനുള്ള വടി പോലും ഉണ്ടായിരുന്നില്ല. അന്ന് രോഷന്റെ മൃതദേഹ പരിശോധന നടത്തിയ അന്നത്തെ സബ് കലക്ടർ അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് രോഷന്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് രക്തക്കറയുള്ള ഒരു കറുത്ത തുണി എന്നാണ് രേഖപ്പെടുത്തിയത്. അന്ന് അങ്ങനെയായിരുന്നു DYFI പ്രവർത്തകരെല്ലാം എത്തിച്ചേർന്നത്. ഞങ്ങൾ 1.5-2 മണിക്കൂർ നേരം ആ സമരത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഞാനും സുരേന്ദ്രനും എല്ലാം അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതായിരുന്നു. ഞങ്ങൾ മന്ത്രി വന്നാൽ കരിങ്കൊടി കാണിച്ച് പിരിഞ്ഞു പോകും, ഞങ്ങളൊരു പ്രശ്നത്തിനുമില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ റോഡിൻ്റെ അരികിലിരിക്കണം. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ ഉറപ്പിച്ചത് അങ്ങനെയായിരുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കിയില്ല. 2000 പേർ ഒത്തുകൂടി. ഇന്നിപ്പോൾ പോലീസിനെയെല്ലാം കുറ്റം പറയുന്നവർ ഓർക്കുക, UDF ഭരണകാലത്തെ കിരാതമായ പോലീസ് നരനായാണ്. കേരളത്തിൽ സമാനതകളില്ലാത്തൊരു വെടിവെപ്പായിരുന്നു കൂത്തുപറമ്പ്. മിനി ജാലിയൻ ബാലാബാഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്രമാത്രമാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ അന്നത്തെ യുവജന പ്രവർത്തകന്മാർ, DYFIയുടെ പ്രവർത്തകന്മാർ വേട്ടയാടപ്പെട്ടത്. അതിൽ വെടിയേറ്റ് 1994 ശേഷം ഒറ്റ കിടപ്പിലായിരുന്ന, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്, അതായിരുന്നു പുഷ്പൻ്റെ ജീവിതം. പക്ഷേ പുഷ്പൻ നിശ്ചയദാർഢ്യത്തോടെ എന്നും DYFI പാർട്ടിക്കും കരുത്തു നൽകിയ ഒരു യുവ പ്രവർത്തകൻ.